ഇന്ന് നമുക്ക് കപ്പയും ഉണ്ണിത്തണ്ടും കൂടെ ഒരു കറി വെക്കാം കേട്ടോ. കറി എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളെ നാട്ടിലിതിന് പടുകൂട്ടാൻ എന്നൊക്കെ പറയും. ഇനി വേറെ സ്ഥലങ്ങളിലൊക്കെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പം ഞാൻ ആദ്യം കപ്പ വേവിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പിട്ടു, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കപ്പ മാത്രം ആദ്യം കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഇങ്ങനത്തെ കറികളൊക്കെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നമ്മുടെ കപ്പതാ ഒരു വിസിൽ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നപ്പോൾ തന്നെ അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് വെള്ളം ഊറ്റി വെച്ചു, വേറെ പാത്രത്തിലേക്ക്. പിന്നെ ആ കുക്കറിൽ തന്നെ നമ്മുടെ ഉണ്ണിത്തണ്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് ഉണ്ണിത്തണ്ട് എന്നാണ് പറയുക കേട്ടോ. ഇനി വേറെ നാട്ടിലേക്കൊക്കെ വേറെ പേരായിരിക്കും, അതൊന്നും എനിക്കറിയില്ലേ. ഇവിടെ ഇതിനെന്താണ് പറയുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് മതിയിട്ട് വെള്ളം. എന്താ വെച്ചാൽ എണ്ണിത്തണ്ടിൽ തന്നെ വെള്ളം ഉണ്ടാവും, വേവുമ്പോൾ ഇത് വെള്ളം ഇറങ്ങും അതിലേക്ക്. അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉണ്ണിത്തണ്ടൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുണ്ടാവില്ലേ, വീട്ടിൽ വാഴയുള്ളവരൊക്കെ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെന്ത കപ്പയാണ് കേട്ടോ അത്. വേഗം വേവണ കപ്പയായതുകൊണ്ട് ഒരു വിസിലിൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ണിത്തണ്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം നമുക്ക്. കപ്പയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. കുറച്ച് തേങ്ങയും പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കാം നമുക്ക്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. അത്ര തേങ്ങ കുറച്ചേ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് നന്നാക്കി അരച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ അരപ്പ് നമുക്ക് ഉണ്ണിത്തണ്ടും കപ്പയും മിക്സ് ചെയ്തേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടി അരച്ചത്. കപ്പയും തൊടിയിലുണ്ടായതാട്ടോ. നാടൻ കറിയാണ് എന്തായാലും. അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എങ്ങനെയുണ്ട് കറി? കാണാൻ തന്നെ നല്ലൊരു, കണ്ടാൽ തന്നെ തോന്നണില്ലേ നല്ല സ്വാദുണ്ട് എന്ന്. എന്നിട്ടതിൽ കടുകും കറിവേപ്പിലയും താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. സൂപ്പർ കറിയാണ് കേട്ടോ അത്.
എന്ത് കഞ്ഞീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും വെറുതെ കഴിക്കാനും ഒക്കെ ഒരു അടിപൊളി നമ്മുടെ ഒരു എരിശ്ശേരി പോലെയൊക്കെ ഇരിക്കും. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ. എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.